എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് കേട്ടോ. കാരണം നമ്മൾ കുഞ്ഞുവാവേണ്ടായ സമയം മുതലെല്ലാം ചോദിക്കണം, കുഞ്ഞാവേനെ കാണിക്കുക കാണാൻ കൊതിയാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ വീഡിയോസിലുള്ള കാണിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും എല്ലാ റെഗുലറായിട്ടുള്ള എല്ലാ വീഡിയോസിലും കാണിക്കാറില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കും. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവൾ ഉറങ്ങുമായിരിക്കും. അവളുടെ സൗകര്യം അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പണിയായിരിക്കും, അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ മുഴുവനും ആവക്കുട്ടി മാത്രമായിരിക്കും എന്ന് വിചാരിച്ച് അവളെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഒരുപാട് പേര് കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയിലും കമൻറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പേരല്ല, ഒന്ന് രണ്ട് പേർക്ക് കിട്ടും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചു അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം എന്നാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അവളുടെ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം 2 മാസം ആയ ആൾ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അവളുടെ കുറച്ച് കളി ചിരി വേറെ പരിപാടികളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. എല്ലാ ദിവസവും വീഡിയോ എടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും, പക്ഷേ സാഹചര്യം ഭയങ്കര മോശമാണ്. ഇപ്പം ആദ്യക്കുട്ടനെ കൂടി ഒന്ന് കിടത്തി ഉറക്കി സെറ്റാക്കിയതേ ഉള്ളൂ. അവനെ കൊണ്ട് വഴക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയും വഴക്ക് നമ്മുടെ കുഞ്ഞുപെണ്ണിനെ കൊണ്ടാണ് കേട്ടോ. ആദ്യക്കുട്ടൻ അടിപൊളിയായിട്ടിരിക്കുകയാണ്. പിന്നെ അപ്പ എന്ന് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ച് നടക്കും. ചേട്ടാനെ കാണാനായിട്ട് ഭയങ്കര വിഷമമാണ് തോന്നും കേട്ടോ. കാരണം ഓരോ വണ്ടികൾ കാറൊക്കെ ഇതിൽ പോകുമ്പോൾ അന്നേരം അവനിങ്ങനെ പെട്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ വിളിക്കും കേട്ടോ. ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുക. അല്ലാണ്ട് അവന് കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും, ഉറക്കത്തിലാണെങ്കിലും എന്നൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ അവരെ കാണുമ്പോഴും അങ്ങനെ ഒരു സങ്കടമൊന്നുമില്ല, കരച്ചിലോ ബഹളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവൻ നമ്മളുമായിട്ട് സെറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവരാണെങ്കിൽ ഇപ്പം അവനെ കൊണ്ടാകത്തുകൊണ്ട് അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അന്നക്കുഞ്ഞുണ്ട്, അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ അവൻ ഓടിച്ചാണ് എടുക്കും. അന്നക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം എവിടെയും കിടത്തി അവിടെ കിടക്കുന്നൊരു പ്രായമാണല്ലോ. ഇവൻ അങ്ങനെയല്ല, ഇവനെ നോക്കാൻ 2 പേര് വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു കണക്കിന് കൊണ്ടുപോകാതിരുന്നത് ഒരുപാട് നന്നായി. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ ഡെയിലി കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അതൊക്കെ തന്നെയാണ് നമുക്കും അറിയത്തുള്ളൂ. കുറച്ച് പേരൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കണ്ട അതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കും അറിയാവുന്ന കാര്യങ്ങൾ, അതാണ് അവസ്ഥകളും. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അവളുടെ ഒരു ഡേ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സത്യത്തിൽ ഞാൻ വീഡിയോ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പാതിരാത്രി തൊട്ട്, അതായത് വെളുപ്പാങ്കാലം തൊട്ടുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് എല്ലാം ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ സമയം അവരെ 3:15 അവളിതാ നല്ല കളിയും ചിരിയായിട്ട് എടുക്കണം. ഉറക്കത്തിൻ്റെ ഒരു ഭാവം പോലും കുഞ്ഞിൻ്റെ മുഖത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. കണ്ടെടുക്കുന്നുണ്ട് കണ്ണൊക്കെ വെച്ച്. നമ്മുടെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു അംഗമാണ് കേട്ടോ. ഉറങ്ങാതെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എടുത്തുകൊണ്ട് നടക്കുന്നു, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതും റൂമൊക്കെ കണ്ടില്ലേ, ഭയങ്കര വൃത്തിയായിട്ടാണ് നടക്കുന്നത്. അത് ഇവിടെ ഉറങ്ങാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം മുതൽ എടുത്തേക്കാം, ഒരു രസമാണല്ലോ. അപ്പോൾ രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ രാവിലെ മേടിച്ചാണ് കേട്ടോ കറി വെക്കാനായിട്ട്. മത്തി ഉണ്ട്, അയിലുണ്ട്, കൊഴുവുണ്ട്. ഇതെല്ലാം വെട്ടി റെഡിയാക്കി കഴുകി വെച്ചേക്കുവാണ്. ഇനി ഇതിനകത്ത് പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കണം. പിന്നെ ഒരു സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഒരു വലിയ സാധനമുണ്ട്, വലിയ സാധനമൊന്നുമല്ല, ഒരു മീനും കൂടെ മേടിച്ചു, അതായത് ചൂര, അതും മേടിച്ചു. അപ്പോൾ അതാ ഇനി ഇത് വെട്ടി പരിപാടികളെല്ലാം നടത്താനുണ്ട്. അതുപോലെ മീൻ മേടിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ വേറെയും കുറേ കറികൾ വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളിക്ക് ചാറുകറി ഉണ്ട് കേട്ടോ. അപ്പം മീൻ വരും ചില ദിവസങ്ങളിൽ, എല്ലാ ദിവസവും നമ്മൾ മേടിക്കാറില്ല. പയറും കറി വെക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മീനുകളൊക്കെ ദാണ്ടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നും വറുത്തിട്ടില്ല, കുറേ കറികളൊക്കെ വെച്ചിട്ടുണ്ട്. മത്തി വറുത്തിട്ടാണ് കേട്ടോ ഇത്. പിന്നെ മമ്മി കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ മീൻ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നമ്മൾ വെക്കില്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കൊഴുവ മീൻ താണ്ട് ഇവിടെ എല്ലാം ചേർത്ത് മുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും വറക്കണം. അതൊരു നല്ല പരിപാടി, നല്ല പണിയാണ് കേട്ടോ. ഇതെല്ലാം ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 4 ഐറ്റം മീൻ മേടിച്ചു വിട്ടു. അതായത് നമ്മുടെ ഈ വീട്ടിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് മെയിനായിട്ടുള്ള കാരണം മീൻ മേടിക്കാനായിട്ട് രാവിലെ നമ്മൾ റോഡിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെയാണ് കേട്ടോ മീൻ വണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ഓട്ടോയിൽ വരും. ഓട്ടോയിൽ വന്നപ്പോൾ മീൻ മേടിക്കാൻ പോയത് ഞാനാണ്. മീൻ മേടിക്കാൻ ഞാൻ പോയപ്പം മത്തി മാത്രമേ ഞാൻ കൂട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളെന്നും റെഗുലറായിട്ട് മേടിക്കുന്ന ഒരു സാധനം മത്തിയാണ്. മത്തി മേടിച്ചപ്പോഴത്തേക്കും പിന്നെ മമ്മി മത്തി കൂട്ടില്ല. അപ്പോൾ മമ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ അയല മേടിച്ചു. അപ്പോൾ അയല മേടിച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നല്ല കൊഴുവ, നമ്മൾ വലുപ്പമുള്ള കൊഴുവ. അന്നേരം അതും മേടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അതും മേടിച്ചു. 3 മേടിച്ചുകൊണ്ട് ഞാനിവിടെ വന്നപ്പോഴും അമ്മ പറഞ്ഞു എനിക്ക് നല്ല പണിയായല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ ദാണ്ടെ ഒരു ചേട്ടൻ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വന്നു കേട്ടോ.
ഇതിൽ വന്നു ബൈക്കിന്. എന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ഭാഗത്തൂടെ, ഒരു എന്തെങ്കിലും മീൻ മേടിക്കാൻ, എനിക്ക് വയ്യാത്തത്, ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് പറഞ്ഞു ഇവിടെ. പക്ഷേ ഇപ്പോൾ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യ, നടുവേനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചേട്ടൻ്റെ കയ്യിൽ ചൂരമീൻ മാത്രമേ ഉള്ളൂ. അപ്പം മേടിക്കാവും ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി മേടിച്ചു, അത് എല്ലാ ദിവസവും മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ മീൻ ഇന്ന് മേടിച്ചു, 3 മീൻ മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ മേടിക്കാം എന്ന് പറഞ്ഞിട്ടോ. ആ ചേട്ടൻ ഒരേ നിർബന്ധം, ഞാൻ ആദ്യമായിട്ട് വന്നാലേ എന്തെങ്കിലും മേടിക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധം. പിന്നെ ഒരു രക്ഷയില്ലാതെ നമ്മൾ ഓക്കെ ആദ്യമായിട്ട് ഒരു ബിസിനസ്സുമായിട്ട് വന്നതല്ലേ, അപ്പം ഐശ്വര്യമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളും ഒരു ചൂരമീൻ മേടിച്ചു കേട്ടോ. ചൂരമീൻ മേടിച്ചു. അതെന്തോ 180 രൂപ. ഇച്ചിരി സംഭവം ഇച്ചിരി കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ, 1/2 കിലോ കൂടുതലുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പൈസ ചേട്ടൻ മേടിച്ചില്ല, അതാണ് പാവം. അപ്പം അങ്ങനെയാണ് ഈ 4 മീൻ ഈ വീട്ടിൽ വന്നതിൻ്റെ ഒരു കഥ കേട്ടോ. ഇന്നുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. 2 എണ്ണം മേടിച്ചിട്ടുണ്ട്, പക്ഷെ 4 എണ്ണം വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. നമ്മുടെ ആദ്യക്കുട്ടനും ആവക്കുട്ടിയും കൂടിയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അവൻ ഉപദ്രവിക്കത്തൊന്നുമില്ല, പിന്നെ കുഞ്ഞല്ലേ, അവനൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കയ്യോ കാലോ എങ്ങാനും കൊണ്ടാലേ ഉള്ളൂ. എപ്പോഴും ഓടി വന്നിട്ട് അവന് ഉമ്മ കൊടുക്കണം. ഇങ്ങനെ ഈ കവളയിലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര, നമ്മളങ്ങനെ പിടിക്കില്ലേ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെയൊക്കെ പിടിക്കണം. അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അതിൽ അവൾ കിള്ളുന്നുണ്ട്. എന്നിട്ട് അവളുടെ നഖം വെച്ച് അവൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ മാന്തൂട്ടോ. എന്നിട്ട് അയ്യോ എൻ്റെ മുഖം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ വരും കേട്ടോ. 2 പേരും കുഞ്ഞല്ലേ, ആദ്യക്കുട്ടനാണെങ്കിലും ഒന്ന്. അപ്പം നമ്മൾ കണ്ണെഴുതാം, ഇവൾക്ക് കണ്ണെഴുതുമ്പം അവനും കണ്ണെഴുതണം. അങ്ങനെയാണ് എൻ്റെ മുഖത്തൂടെയൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. നമ്മുടെ ചെടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പോയി. വീട്ടിൽ ഞങ്ങൾ ഫ്ലാറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, അതും വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു എന്ന് വെച്ചാൽ പറഞ്ഞു. ഞാൻ പോയിട്ട് ഇപ്പോൾ ഏകദേശം 2-2.5 മാസമായിട്ടോ ഫ്ലാറ്റിൽ പോയിട്ട്. അപ്പം ആ ചാവട്ടനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കണ്ണും പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അരച്ച് വരും, ഉറങ്ങാത്ത എന്നാന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഉറങ്ങിയില്ല കേട്ടോ. ആളും നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇവിടെ വെറുതെ ഇങ്ങനെ കിടത്തിയേക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് അവളുടെ വീഡിയോ എടുക്കാം, അവളെ നന്നായിട്ട് കണ്ടില്ലല്ലോ എല്ലാ ഫോട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വീട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലുക്ക് കിട്ടും. മെയിൻ ചാനലിൽ ഇത് വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചാനലിൽ ഇത് കുറേ ആളുകൾക്ക് സംശയമുണ്ട്, ഇത് എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ, അതായത് എൻ്റെ വീട്, അതാണ് നമ്മുടെ ഈ വീടിൻ്റെ ഒരു കാര്യം. ഇനി പിന്നെ അവൾക്കൂട്ടം പിന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അവളെ ഉറക്കുകയാണ്. അപ്പോൾ അവളെ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സത്യത്തിൽ ഇതിങ്ങൾ ഉറങ്ങാത്തതിൻ്റെ കാരണം ആദ്യക്കൂട്ടം കയറി ഇറങ്ങിയാണെന്ന് വെച്ച് വെക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിലും അവൾ ഉറങ്ങത്തില്ല, അവൾ എണീറ്റ് നടക്കും. നടക്കൂല, എഴുന്നേക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഉറങ്ങാതെ കേട്ടോ. നമുക്ക് ഇവൻ ഇച്ചിരി ഇറങ്ങി പോകും, അല്ലെങ്കിൽ മമ്മി ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും, അന്നേരം മാത്രമേ ഉറങ്ങുള്ളൂ. കുറേ നേരം ഉറങ്ങി കഴിയും, പിന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവളെ ഉറക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ആദ്യക്കുട്ടൻ ഇതാണ് പരിപാടി. അവന് ഞാൻ പൊട്ട് തൊടുന്ന ഇഷ്ടമല്ല. അവൻ ആ പൊട്ടെടുത്തിട്ട് അവൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് അവൻ വീണ്ടും തൊടാൻ നോക്കും, പക്ഷെ അവനെ കൊണ്ട് അത് തൊടാൻ പറ്റത്തില്ല. എന്നിട്ട് അവൻ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്, അതിൻ്റെ പുരികത്തെ കൊണ്ട് തൊട്ട് വെച്ചേക്കുവാണ്. അപ്പം ഭയങ്കര കളിയാണ് കേട്ടോ. കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വാന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കും കേട്ടോ. അവന് അത് നമുക്ക് വാവ് തോന്നുന്നു വെച്ചാൽ അവരാരും ഇവിടെ ഇല്ലല്ലോ, എന്നാലും അവന് കുഴപ്പമൊന്നും ഇല്ലാതെ അവൻ നല്ല കാര്യമായിട്ട് നിൽക്കുന്നു പറഞ്ഞത് നമുക്കും ഭയങ്കര സന്തോഷം ഉണ്ടല്ലേ. അത് അവൻ്റെ കയ്യെ പറ്റി കഴിഞ്ഞാൽ അവൻ പിന്നെ എൻ്റെ നെറ്റിയെ കൊണ്ട് വെക്കണം, അതാണ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ള കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു കുഞ്ഞിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിനെ വെച്ചിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, അവൾ ഉറങ്ങാൻ വേണ്ടി മാത്രം നമ്മുടെ കയ്യിലിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കിടക്കത്തുള്ളൂ. കിടത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കരയും. കുഞ്ഞാണല്ലോ, 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും വ്യത്യാസം വരുമായിരിക്കും ഒത്തിരി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം അവൾ ചെറിയ മാറ്റങ്ങളുണ്ട്, എന്നാലും അവൾ നല്ല രീതിക്ക് വഴക്കുണ്ടാക്കും കിടന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാം എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവരൊക്കെ അങ്ങാണ്. മമ്മി ഓരോരോ പരിപാടികളായിട്ട് പറമ്പിൽ കിടപ്പുണ്ട്. രാവിലെ മീൻ വെട്ടി എന്ന് പറഞ്ഞാൽ മത്തിയും കൊഴുവയും അയിലയും ഞാൻ വെട്ടി. അതാണ് ഇച്ചിരി പാട്. പിന്നെ മറ്റേ വലിയ മീനാണ് കേട്ടോ. വലിയ മീൻ വെട്ടാൻ എനിക്ക് അത്ര പിടുത്തമില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ എഴുന്നേറ്റു. അതുകൊണ്ട് മമ്മിയാണ് അതൊക്കെ ചെയ്തത്. മമ്മിയാണ് സത്യം പറഞ്ഞാൽ എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ആദ്യക്കുട്ടി എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കും. പിന്നെ അവനെ കുളിപ്പിക്കുക കാര്യങ്ങളൊക്കെ. കുഞ്ഞിനെ കുളിപ്പിക്കാൻ എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല, അവളെ എടുക്കാനുള്ള വലുപ്പമൊന്നും ഇല്ല എന്നുണ്ട്. പിന്നെ ആദ്യക്കുട്ടനെ ഞാൻ കുളിപ്പിച്ചു. അതുപോലെ തന്നെ അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാനാണെങ്കിലും ആര് കൊടുത്താലും അവൻ കഴിക്കും കേട്ടോ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവന് കഴിക്കാനാണെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ ആര് കൊടുത്താലും കഴിക്കും. അപ്പം അവനും ഇവിടെ സുഖമായി സേഫായിട്ടിരിക്കുന്നു. അവർക്കാണെങ്കിൽ അവനെ കാണാനിട്ട് ആർക്കായാലും വിഷമം ഉണ്ടാവുമല്ലോ.
അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. രാവിലെ നല്ല മൂടലുണ്ട്, മഴയൊക്കെ പെയ്യാനുള്ള സാധ്യതയുണ്ട്. രാവിലെ നല്ല, ഉച്ചയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ മഴയാണല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയാലും കമൻറ്റായിട്ട് അറിയിക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ചീത്തയൊന്നും അത് വിളിക്കരുത് കേട്ടോ, നെഗറ്റീവായിട്ട് ഒത്തിരി ഒന്നും വന്ന് പറയരുത്. കാരണം നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷവും അങ്ങനെ സങ്കടങ്ങളും ഒക്കെ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ വേറെ ആരെക്കുറിച്ചും കുറ്റം പറയാറോ വേറെ ആരെയും ഉൾപ്പെടുത്താറോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വന്ന് നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. അല്ലാതെ എന്ത് തന്നെ ആയില്ല, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ശരിയായിരുന്നു അങ്ങനെയൊക്കെയുള്ള കമൻസൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം കുഞ്ഞി പെണ്ണിൻ്റെ കൂടെയുള്ള വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല നല്ല വീഡിയോ ആയിട്ട് അവൾ സഹകരിക്കുവാണെങ്കിൽ അവളുടെ ഒരു ഡേ ഫുൾ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞായതുകൊണ്ട് അവൾ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം അവൾ ഉറങ്ങുമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.